എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ കേരളം ഈ ഒരു വീണയുടെ ഒരു അപഹാരത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. അപ്പം നമുക്ക് അറിയാം, നമ്മുടെ ചുറ്റുപാടുള്ള വാർത്തകൾ മുഴുവൻ ഈ വീണയെ ചുറ്റിപ്പറ്റിയാണ്. വീണയെ സംബന്ധിക്കുന്ന നിരവധി കാർട്ടൂണുകൾ ഞാൻ ഇതിനകം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡിന് ഉള്ളിൽ നമുക്ക് പലയിടത്ത് വെച്ചായി ഈ കുറച്ച് കാർട്ടൂണുകൾ കാണാം. എല്ലാമൊന്നും കാണിക്കാൻ പറ്റുന്നില്ലെങ്കിലും കുറേ കാർട്ടൂണുകൾ നമുക്ക് കാണാം. നമുക്കറിയാം, ഈ വീണയുടെയും അച്ഛൻ്റെയും അഴിമതി കോടതി പിടിച്ചിട്ടും കോടതിയിൽ തെളിവ് സഹിതം ഉന്നയിച്ചിട്ടും അന്വേഷണങ്ങൾ വന്നിട്ട് ഇവരാരും സമ്മതിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ വീണ പണ്ടൊരു ചൊല്ലുണ്ട്, കഴിഞ്ഞ ജന്മത്തിലെ ശത്രുവാണ് ഈ ജന്മത്തിൽ മക്കളായിട്ട് വരുന്നതെന്ന്. പക്ഷേ ഇത് ഈ പിണറായിയുടെ കഴിഞ്ഞ ജന്മത്തിലെ ശത്രു ഇത്തവണ മകളായിട്ട് ഈ ജന്മത്തിൽ വന്നിരിക്കുവാണെന്ന് തോന്നുന്നു. പക്ഷെ അതോ പിണറായിയുടെ കയ്യിരിപ്പ് കൊണ്ടുണ്ടായ ആയിരിക്കാനാണ് സാധ്യത. അതായത് ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിയോറ് ആയിരിക്കുന്ന കണക്ക് ഈ പുത്രിയെ കൊണ്ട് അഴിമതി മുഴുവൻ ചെയ്യിച്ചത് ഇദ്ദേഹത്തിൻ്റെ കൂർമ്മബുദ്ധി ആകാനാണ് സാധ്യത. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ എന്തായാലും ഈ വീണയുടെ പേര് പറഞ്ഞിട്ട് ഇദ്ദേഹം ശരശയ്യയിലാണിപ്പോൾ. അപ്പോൾ ആ അഴിമതിയുടെ ശരശയ്യ കിടക്കുന്നതിനെ പറ്റിയുള്ള ഒരു കാർട്ടൂണാണ് നമ്മളിന്ന് ഇത് വരയ്ക്കുന്നത്. ഈ വീണയുടെ പുറത്ത് ശരശയ്യയ്ക്ക് പകരം വീണശയ്യയാണ്. വീണശയ്യയുടെ പുറത്ത് പുള്ളിയെ ബന്ധനസ്ഥനാക്കിയിരിക്കുകയാണ്. അത് സ്വയം കൃതാനർത്ഥമാണ് ഉണ്ടാക്കിയത്. പുള്ളി സ്വയം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കുഴിയിലാണ് പുള്ളി വീണിരിക്കുന്നത്. എന്നാലും നമുക്ക് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ വീണയിൽ തട്ടി വീണതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പലവിധ കേന്ദ്ര ഏജൻസികൾ വന്നിട്ടും ഇതുവരെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാതിരുന്ന സമയത്താണ് ഇപ്പം CS ഫ്രോഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസ് ഇതിൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അവരെ തന്നെ കൂട്ടാനായിട്ട് സകലവിധ കുൽസിത ശ്രമവുമായിട്ട് ഈ അച്ഛനും മോളും ഒരു പാർട്ടി സംവിധാനവും ഒരു സർക്കാരും കിളഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് വിജയിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക നിവൃത്തിയുള്ളൂ. എന്നുവെച്ചാൽ ഇവർ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാനായിട്ട് പഠിച്ച പണി 18 നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഇവരുടെ അവനാഴിയിലുള്ള സകല അമ്പുകൾ ഇതിനെതിരായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു കാർട്ടൂണാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പാർട്ടി സംവിധാനം മുഴുവനും വീണയുടെ കാൽക്കീഴിൽ പെട്ടുകൊള്ളുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്.
സഹിഷ്ണുതയായിട്ടുണ്ട്. ഈ ചാനലുകളിൽ വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകുന്ന ഈ അന്തംഗമ്മികൾക്ക്. അതായത് മറ്റേ ബിനീഷ് കോടിയേരിയുടെ പ്രശ്നം വന്നപ്പോഴത്തേക്കും ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും ഇഷ്ടംപോലെ ബിനീഷ് കോടിയേരി എന്ന് പറയായിരുന്നു. പക്ഷെ ഇപ്പം വീണ വിജയൻ എന്ന് പറഞ്ഞുകൂടാ. വീണ വിജയൻ എന്ന് പറഞ്ഞാൽ അത് വിജയനെ ഉദ്ദേശിച്ച് പറയുന്നതെന്നാണ് അവരുടെ വ്യാഖ്യാനം. അപ്പം മറ്റേ ഒരച്ഛൻ്റെ പേര് പോലും പറയാനായിട്ട് മടിക്കുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. കേരളം മൊത്തം ഈ ഒരു അഴിമതിയുടെ വീഴുപ്പ് ഭാണ്ഡം പേറി നാറുകയാണ്. അവസാനമായിട്ട് നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം തന്നെ നമുക്ക് പറയാം. ആർത്തിയാണ് അഴിമതിയിലേക്ക് നയിക്കുന്നത്. ആർത്തിയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യം കറക്റ്റാണ്. മനുഷ്യൻ്റെ ആർത്തിയാണ് അഴിമതിയിലേക്ക് നയിക്കുന്നത്.